ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കൃത്യമായി കണ്ടെത്തി ഒരു നടപടിയിലേക്ക് കടക്കണം എന്ന് തന്നെയാണോ താങ്കളുടെ അഭിപ്രായം? അതല്ല, നമ്മുടെ ആൾക്കാരാണ്, പാവപ്പെട്ട പ്രവാസി മലയാളികളാണ്, അവർ എന്തോ ജാഗ്രതക്കുറവ് കാട്ടി എന്നുള്ളൊരു ലളിതവൽക്കരണം ഇതിൽ ആവശ്യമുണ്ടോ? പച്ചയായ രാജ്യവിരുദ്ധത പറയുന്നവർക്ക് കൃത്യമായ മറുപടി തന്നെയല്ലേ നമ്മൾ നൽകേണ്ടത്? പെടുന്ന ആളുകൾ അവരുടെ നോട്ടപ്പശക് കൊണ്ടാണ് എന്ന ഒരു ലളിതയുക്തി ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഞാൻ ആ ഒരു വിശ്വാസത്തിൽപ്പെടുന്ന ഒരാളല്ല. അതുകൊണ്ട് ഇതിനകത്ത് തീർച്ചയായും ആഴത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള 2-3 ടെക്നിക്കൽ കാര്യങ്ങളാണ്. ഒന്ന്, അവർ ഇന്ത്യൻ പൗരന്മാരാണ്. ഈ ക്യൂബ സംഘടന ദുബായിൽ പ്രവർത്തിക്കുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യുസ്റ്റാറ്റിൻ്റെ അലുമിനൈ അസോസിയേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ അലുമിനൈ അസോസിയേഷൻ അവരെല്ലാം തന്നെ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യ വിരുദ്ധത അവരുടെ പ്രവർത്തനത്തിൽ ഇന്ത്യക്ക് ഉള്ളിലുണ്ടായാലും ഇന്ത്യക്ക് പുറത്ത് വെച്ചുണ്ടായാലും ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അവർ തീർച്ചയായും വിചാരണ ചെയ്യപ്പെടാം. അതിന് തക്ക കേസ് ഇൻ പോയിന്റ് എന്താണെന്നുള്ളതാണ് വിഷയം. കരുതിക്കൂട്ടിയുള്ളതാണോ അത് അന്വേഷണത്തിൽ മാത്രം തെളിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അന്വേഷണം നടത്താൻ തീർച്ചയായും വകുപ്പുണ്ട്, അതിന് കഴിയണം, തീർച്ചയായും അത് കഴിയണം. 2, ദുബായിലെ നിയമം അത് UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ നിയമം അനുസരിച്ച് അവിടെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും സംഘടനകൾ പ്രവർത്തിക്കാനും. ഇനി അവിടെ ഈ സംഘടന ഫോർമലി രജിസ്റ്റേർഡ് ആണോ അല്ല എങ്കിൽ ഇൻ്റർനാഷണൽ ഒരു നീക്കത്തിലൂടെ ദുബായ് ഗവൺമെൻറ്റുമായി അല്ലെങ്കിൽ UAE ഗവൺമെൻറ്റുമായി സംസാരിച്ച് ഈ സംഘടനയുടെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കേണ്ടതാണ്. അതിന് നയതന്ത്രപരമായ കാര്യങ്ങൾ നീക്കേണ്ടതാണ്. 2, 3, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി എനിക്ക് കാണാനാവുന്നില്ല. ഇതൊരു സീരിയസ്, ഇതൊരു പോളിസിയുടെ, ഇതൊരു ഇന്ത്യ വിരുദ്ധ ശക്തികൾ 100 കണക്കിന് സംഘടനകളുണ്ട് ഇതുപോലത്തെ. ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് നിയന്ത്രിക്കാനാവില്ല. ഇത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ? ഈ വിതിൻ കോട്ട്സ് പാവങ്ങൾ, ശ്രീ രാഹുൽ ഈശ്വർ ഉപയോഗിച്ച സാധുക്കളായ ആളുകൾ, പാവങ്ങൾ, അവരൊന്നും അറിയാത്ത ആളുകൾ, അങ്ങനെ നമ്മൾ ലാഘവത്തിൽ ഈ വിഷയം എടുക്കുകയാണെങ്കിൽ എത്രയോ സംഘടനകളുണ്ട്. അവരിലേക്ക് അന്തകവിത്തുകൾ പാകാൻ പാകിസ്ഥാനോ മറ്റ് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഒക്കെ സാധിക്കും. അതിന് നമ്മൾ വളം വെച്ച് കൊടുക്കണോ? അതുകൊണ്ട് ജാഗ്രതയാണ് പ്രധാനം. നേരത്തെ ശ്രീമതി നുസ്രത് ജഹാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ക്യാബിനറ്റ് അംഗങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശത്ത് പോയ 7 ടീം അംഗങ്ങളോ ഒന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ജാഗ്രത വേണ്ടത് 142 കോടി ഇന്ത്യൻ പൗരന്മാരും ജാഗരൂകരാകേണ്ടതാണ്. അവിടെ ഏതെങ്കിലും പുഴുക്കുത്തുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ക്യൂബ സംഘടന പോലെയുള്ള സംഘടനയിലെ ചില കേന്ദ്രങ്ങൾ ഈ പുഴുക്കുത്തുകളായി മറ്റാരുടെയോ താല്പര്യ പ്രകടനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഇനി ഒരു സംഘടന ഇന്ത്യക്ക് വെളിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡയസ്പോറയിൽപ്പെടുന്ന സംഘടനകളുണ്ട്. ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് എന്തും പറയാം, ആരെയും വിളിക്കാം, എന്തും സംസാരിക്കാം. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യം, അപ്പം വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വെളിയിൽ പോയി കഴിഞ്ഞു, അപ്പോൾ ഇന്ത്യക്കാരെന്നോ പാകിസ്ഥാൻകാരെന്നോ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യക്കകത്തുള്ളപ്പോഴല്ലേ ഈ പാകിസ്ഥാൻ വിരോധം? അങ്ങനെയല്ലല്ലോ. ഇത് പാകിസ്ഥാൻ വിരോധത്തിൻ്റെ പ്രശ്നമല്ല. നമ്മുടെ 26 പേരുടെ സിന്ദൂരം വായിച്ചു കളഞ്ഞ ആളുകളാണ്. അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുവനെ സ്വീകരിച്ച് ആനയിച്ച് വലിയ രീതിയിൽ ബൂം ബൂം വിളികളാൽ മുഖരിതമാകുന്ന അന്തരീക്ഷം, ഇതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വീഡിയോ ഫുട്ടേജ് ഉണ്ടല്ലോ. ഇതൊക്കെ ജീവിക്കുന്ന തെളിവുകളാണ്. ഇതെല്ലാം തന്നെ ഇതൊരു നിസ്സാരമായ സംഭവമാണെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒഴിയുകയാണല്ലോ. അങ്ങനെയല്ല. ഈ നിസ്സാരമായ സംഭവത്തിൻ്റെ വീഡിയോ ഫുട്ടേജുകൾ ലോകത്തെമ്പാടും പ്രചരിക്കും. ഇതായിരിക്കും പാകിസ്ഥാൻ അയച്ച 2 ടീമുകളുണ്ടല്ലോ. ഒന്ന് അവിടുത്തെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോയുടെ നേതൃത്വത്തിലുള്ള ടീം, പിന്നെ മറ്റൊരു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഇഷ്ടക്കാരനായ ഒരാളുടെ നേതൃത്വത്തിലുള്ള ടീം. ഈ ടീമുകൾ പോയി പറയുന്നത് എന്താണ്? ഇവിടെ ഇന്ത്യൻ ഗവൺമെൻറ് അയച്ച ടീം പറയുന്നതൊന്നുമല്ല. ശശി തരൂറോ ജോൺ ബ്രിട്ടാസോ ET മുഹമ്മദ് ബഷീറോ അല്ലെങ്കിൽ കാനിമൊഴിയോ ഒന്നും പറയുന്നതല്ല ഇവിടെ സത്യം. ഇവിടെ ഇന്ത്യൻ പ്രവാസികൾ വലിയ നമ്പറാണ് അമേരിക്കയിൽ, വലിയ നമ്പറാണ് UAE-യിലും സൗദി അറേബ്യയിലും ഒക്കെ. അവരെ നോക്കൂ, അവർ പാകിസ്ഥാൻകാരോട് യാതൊരു വിരോധവുമില്ല, വലിയ ഐക്യമാണ്. അപ്പോൾ പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേലും
ഇന്ത്യയുടെ ഈ ഒരു തിങ്ക് ടാങ്കിൻ്റെ മേലും എല്ലാ കുറ്റവും ചാരിക്കൊണ്ട് അവർ എക്സോണറേറ്റ് ചെയ്യുന്ന ഒരു നടപടിയാണ്. ഇത് അനുവദിച്ച് കൊടുക്കാനാവില്ല. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാതൃകാപരമായ അന്വേഷണം നടത്തുകയും ഏതെല്ലാം നിയമങ്ങളാണ് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം വിദേശത്ത് ഇന്ത്യൻ പൗരന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നേ മതിയാവൂ. അല്ല എങ്കിൽ നാളുകളിലും ഇതേപോലെയുള്ളൊരു ലൈസൻസ് അവർക്കുണ്ട്. ആരെ വേണമെങ്കിലും വിളിക്കാം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്ന് ഉള്ള ഒരു നിലപാട് അനുവദിച്ചു കൊടുക്കാനാവില്ല. അതുകൊണ്ടാണ് ഇത് മുളയിലേ ഞുള്ളണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് UAE നിയമവും അവിടെ പാലിച്ചിട്ടുണ്ടോ എന്നെനിക്ക് ന്യായമായ ഇതൊരു സംശയമാണ്, എൻ്റെ ഒരു സംശയമാണ്. അത് പ്രോപ്പർലി രജിസ്റ്റേർഡ് ഒരു സംഘടനയാണോ എന്ന സംശയമുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനയില്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഔപചാരിക സംഘടനയല്ല. അപ്പോൾ അങ്ങനെ ഊരും പേരുമില്ലാത്ത ചുമ്മാ ക്യൂബ എന്ന് പേരിട്ടൊരു സംഘടന. അപ്പോൾ ക്യൂബ എന്ന് പേരിടുമ്പോൾ തന്നെ നമുക്കൊരു ഊഹമുണ്ട്. അതിനകത്തൊരു ഒരു ക്യൂബ എന്ന് പറയുന്നത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു റാഡിക്കൽ ഒരു ലെഫ്റ്റ് മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രതിഫലനമാണ് സിംബോളിക്കലി ക്യൂബ എന്ന് പറയുന്നത്. ഇപ്പോഴങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ ആ പേരിന് പിന്നിൽ പോലുമുണ്ട് ചില ഔചാര്യം. പക്ഷേ ഇവിടെ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. ഇവിടെ ശ്രീ റെജി ലൂക്കോസ് എടുത്ത നിലപാടിനോട് വളരെ അഭിമാനവും സന്തോഷവും തോന്നി. അതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു നിലപാടാവേണ്ടത്. അത് അവിടെയാണ് ഗവൺമെൻറ് എടുത്തതും ഇന്ത്യ രാജ്യം എടുത്തതും ഇന്ത്യയുടെ വിദേശ നയത്തിനുള്ള ന്യൂ നോർമൽ എന്ന ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പോലും വരുമ്പോൾ ചില ശക്തികൾ ഈ പറയുന്ന ഛിദ്രശക്തികളെ താലോലിക്കുന്ന ഒരു നിലപാട് വളരെ 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 നിന്ദ്യമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ.